72 കൊല്ലമായി കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും സാമൂഹ്യ ജീവിതവുമായി ഏറ്റവും അടുത്തുനിന്ന എസ്.ബി.ടി.യാണ് ഓർമ്മയായത്. 1.13 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളും 67,000 കോടി രൂപയുടെ വായ്പകളും എസ്.ബി.ടിക്കുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ്.ബി.ഐ ലയനത്തോടെ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിനോ വായ്പയ്ക്കോ പാസ്ബുക്കിനോ എ.ടി.എം കാർഡിനോ മാറ്റമുണ്ടാകില്ല. ഒപ്പം ശാഖകളോ ജീവനക്കാരെയോ കുറയ്ക്കില്ല. എന്നാൽ പിന്നീട് ഒരേ സ്ഥലത്ത് 2 ശാഖകളുണ്ടെങ്കിൽ ഒരെണ്ണം പൂട്ടും. ഇന്നു മുതൽ എസ്.ബി.ടി ഉപഭോക്താക്കൾക്കും എസ്.ബി.ഐ ഈടാക്കുന്ന സർവീസ് ചാർജ് ബാധകമാകും. സ്വകാര്യ ബാങ്കുകൾക്ക് സമാനമായി എസ്.ബി.ഐയിലും മിനിമം ബാലൻസ് പരിധിയുണ്ട്. 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് മിനിമം ബാലൻസ് നിലനിർത്തേണ്ടത്. മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ കാലാവധിക്കനുസരിച്ച് 100 രൂപ പിഴ നൽകേണ്ടി വരും. കൂടാതെ 3 തവണയിൽ കൂടുതൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഓരോ തവണ നിക്ഷേപിക്കുമ്പോഴും 50 രൂപ സേവന നികുതിയും അധികമായി നൽകേണ്ടി വരും. മറ്റു ബാങ്കുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നിരക്കുകളിൽ വർധനയുണ്ട്. എസ്.ബി.ടിയുടെ ഓർമ്മയ്ക്കായി തപാൽ വകുപ്പ് കവറും സ്റ്റാമ്പും പുറത്തിറക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.